നടൻ ബാലയ്ക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ. തനിക്കും കുടുംബത്തിനുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോയിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നു. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കും. നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ഡോക്ടർ എലിസബത്ത്. ഞാൻ ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈന്റ് കൊടുത്തു, പോലീസിന്റെ കംപ്ലൈന്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എന്റെ കംപ്ലൈന്റ് മോളിന്ന് താഴത്തേക്ക് കുന്നകുളം ഡിവൈഎസ്പി ഓഫീസിലെത്തി. വിവാഹം തന്നെ നടന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ പൊതുയിടങ്ങളിൽ ഭാര്യയെന്ന് പരിചയപ്പെടുത്തിയത് എന്തിന്? കോടികളുടെ സ്വത്തുണ്ടെന്ന് പറയുന്നയാൾ പണമില്ലെന്ന് പരാതിപ്പെടുന്നു. ആ കല്യാണം, ആ ഫംഗ്ഷൻ, ഇത്രക്കാരനെ ഇൻവിറ്റേഷൻ കാർഡ് വെച്ച് വിളിച്ച് ഭാര്യ അത് വെച്ച് കൊണ്ട് നടന്നത്. അപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങളെല്ലാവരും പറ്റിക്കല്ലേ? സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും എനിക്ക് നീതി കിട്ടുന്നില്ല. അയാൾ എന്നെ ഉപദ്രവിച്ചു, മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി, ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പോലും അന്വേഷണം നടക്കുന്നില്ലെന്നും എലിസബത്ത് പറയുന്നു. എനിക്ക് മതിയായി, കേസ് കൊടുത്തത് അബദ്ധമായെന്ന് ഇപ്പോൾ തോന്നുന്നു. ആശുപത്രിക്കിടയിലുള്ള ദൃശ്യങ്ങളിൽ മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് അവശനിലയിലാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ. ന്യൂസ് ഡെസ്ക് 24. അതേസമയം മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയന്റെ ആരോപണങ്ങൾ തള്ളി നടൻ ബാല. എലിസബത്തിനെ താൻ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ഹാജരാക്കട്ടെ എന്ന് ബാല പറഞ്ഞു. വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ്. എലിസബത്തിനോട് തനിക്ക് ശത്രുതയില്ലെന്നും ബാല 24നോട് പ്രതികരിച്ചു. കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. പിന്നെയും ഉപദ്രവിക്കുന്നത് പോലെ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലി അഫക്ട് ചെയ്യുന്നുണ്ട്. എന്റെ വൈഫ് പേര് കോക്കില. ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു, എല്ലാവരും നന്നായി ജീവിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം തൊട്ടേ പറയാണ്, അദ്ദേഹം എന്റെ ശത്രുവല്ല, എന്റെ കൂടെ ജീവിച്ചവരാണ്. അവർ നന്നായി ജീവിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എത്രയോ കേസ് ഇട്ടു, റേപ്പ് കേസ് ഇട്ടു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന്? അത് ഒത്തിരി കാര്യങ്ങൾ ഇല്യൂഷനിൽ പറയുന്നതൊക്കെ ഞാൻ എങ്ങനെ ഉത്തരം പറയാൻ പറ്റും?